Yes. Okay. All the birds find a shelter during rain, but the eagles avoid the rain by flying above the clouds. Problems are common, but attitudes make a difference. APJ Abdul Kalam. Yes. Yes. So gratitude that makes the man different. Thank you, sir. Yes. Let's start it. Let us start. Okay. സൈനിൻ No. സൈനിനുണ്ട്. Okay. Okay. And Maria. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു ചെറുകഥയാണ്. Very good. കുറച്ച് തവളകൾ ഒരുമിച്ച് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ 4 തവളകൾ ഒരു കുഴിയിൽ വീണു. 4 തവളകൾ കുഴിയിൽ വീണതിന് ശേഷം ബാക്കി തവളകളൊക്കെ ഇവരുടെ അടുത്തേക്ക് വന്ന് നോക്കിക്കൊണ്ട് തവളകൾ പറഞ്ഞു, അയ്യോ, ഈ കുഴി ഭയങ്കര വലിയ കുഴിയാണ്, ഇതിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ കിടന്ന് ചാവുള്ളൂ, ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ് അവര് പോയി. അപ്പൊ ഈ 4 തവളകളിൽ 3 തവളകൾക്ക് ഭയങ്കര വിഷമമായി. അവരാകെ വിഷമിച്ചിരുന്നു, എന്ത് ചെയ്യും എന്ന് വിചാരിച്ച്. പക്ഷെ ഒരു തവള അവരൊന്നും പറയുന്നത് ശ്രദ്ധിക്കാതെ ഈ തവള പരിശ്രമിക്കാൻ തുടങ്ങി. പരിശ്രമിച്ച് ഈ തവള മോളിൽ കയറി. അപ്പൊ ബാക്കി 3 തവളകളും കുഴി തന്നെ കിടക്കാണ്. അപ്പൊ ഈ കുഴി കിടന്ന 3 തവളകള് ഈ തവളയോട് ചോദിച്ചു, നീ എങ്ങനെ രക്ഷപ്പെട്ടെ? അപ്പൊ ആ തവള പറഞ്ഞു, നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് കുറെ ആശയങ്ങളുമായി നമ്മുടെ ചുറ്റും കുറെ പേരുണ്ടാകും. പക്ഷേ നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം മുന്നോട്ട് നീങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു കുഴിയിൽ നിന്നും, നമ്മുടെ ജീവിതമാകുന്ന ഏതൊരു ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു സാർ. അടിപൊളിയാണ് അൻമരിയ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ. താങ്ക് യു സാർ. Okay. Very good, very good, very good. Yes. അൻമരിയുടെ നാട് എവിടെയാണ്? തൃശ്ശൂര്, താണിശ്ശേരി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സംസാരത്തിൽ തൃശ്ശൂർ സ്ലാങ് ഉണ്ടായിരുന്നു. യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആരംഭിക്കട്ടെ. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അജക്റ്റീവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അജക്റ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് പറഞ്ഞു, ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പേരിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡിനെയാണ് നമ്മൾ അജക്റ്റീവ്. സൂമി പറഞ്ഞിട്ട് തലശ്ശേരി ബിരിയാണി പോലെ സൂപ്പർ ആയിരുന്നു എന്നാണ്. അൻമരിയ. യെസ്. പിന്നെ ഇപ്പൊ തലശ്ശേരി ബിരിയാണി കൂടി നമ്മളൊന്ന് കഴിച്ചു നോക്കണം. യെസ്. ഓക്കെ റംസീന. യെസ്. അപ്പൊ നമ്മളിവിടെ പറയുന്നു, ഇനിയിപ്പോ എന്താ പറയുമോ, ഇത് ഇവര് പല ആൾക്കാരെ കേട്ടല്ലോ. ഇനി ഇവരിത് ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും ഇറങ്ങും. യെസ്. അങ്ങനെയാണ് പല രാജ്യങ്ങളിലുള്ള കഥകള് ഒരേപോലെ വന്നത്. നിങ്ങള് 1001 രാവുകൾ എന്ന് പറയുന്ന കഥ വായിച്ചിട്ടുണ്ടോ? അതിന്റെ 1001 രാവുകൾ എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയാമോ? അതിങ്ങനെ ഓരോരുത്തർ പറഞ്ഞ കഥ വീണ്ടും വീണ്ടും അതിൽ കുറച്ചും കൂടി കൂട്ടി അവര് വിപുലീകരിച്ചേക്കാണ് ആ കഥ. അതിനകത്ത് ഷിൻബാഗ് എന്നാണ് രാജാവിന്റെ പേര്. ഒരു സുൽത്താൻ ഉണ്ടായിരുന്നു. അതെ, രാജാവിന്റെ കഥ. അപ്പൊ ആ സുൽത്താന്റെ ഭാര്യ വളരെയധികം മോശമായ സ്ത്രീയായിരുന്നു. പിന്നീടാണ് സുൽത്താൻ അത് ബോധ്യപ്പെട്ടത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ സുൽത്താൻ എന്ത് ചെയ്തു? ആ ഭാര്യയുടെ തല വെട്ടിക്കളഞ്ഞു. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം സുൽത്താനോട് ഓർഡർ ഇട്ടു, എല്ലാ ദിവസവും ഈ സാമ്രാജ്യത്തിന്റെ അകത്ത് നിന്ന് ഒരു പെൺകുട്ടി എന്റെ ഭാര്യയായിട്ട് വരണം. അങ്ങനെ വന്നാൽ മാത്രം പോലെ പിറ്റേന്ന് രാവിലെ ആ പെൺകുട്ടിയെ കൊന്നുകളയും. അപ്പൊ എല്ലാ ദിവസവും ഒരു പെൺകുട്ടി. അപ്പോ പോകാനായിട്ട് എല്ലാവർക്കും മടിയാണ്, കാരണം പിറ്റേന്ന് രാവിലെ ജീവൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? അവിടെ ഉള്ള സുൽത്താൻ എന്ന് രാജാവാണ്. അപ്പൊ അതുകൊണ്ട് രാജാവിന് ധിക്കരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എല്ലാ ചെറുപ്പക്കാരികളുടെയും പേര് എഴുതിയിട്ടിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ അതിൽ നിന്ന് നറുക്കെടുക്കും. ആർക്കാണ് നറുക്ക് വീഴുന്നത് അവർ പോയിക്കൊള്ളണം. അതിൻ്റെ അത് പിന്നെ എക്സ്ക്യൂസ് ഇല്ല. അങ്ങനെ പറയരുത്. അങ്ങനെ ഒരു നറുക്കെടുക്കുകയും
അങ്ങനെ ഓരോരുത്തരും ഓരോ ദിവസം ഈ സുൽത്താന്റെ ഭാര്യയായിട്ട് പോവുകയും ആ ഒരു ഷെർഷാദ് ഓക്കെ സഹസ്രാദ് പോവുകയും പിറ്റേ ദിവസം ആ സുൽത്താൻ അവരെ കൊല്ലുകയും ചെയ്യുന്ന അന്നത്തെ ഒരു ദിവസം ആ സുൽത്താന്റെ കൂടെ ജീവിക്കാം, പിറ്റേ നേരം കൊല്ലുന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് ഒരു ദിവസം അവിടുത്തെ പ്രധാനമന്ത്രിയുടെ മകൾക്ക് നിറക്ക് വീഴുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയുടെ മകൾക്ക് നിറക്ക് വീണ് കഴിഞ്ഞപ്പോൾ ആ പ്രധാനമന്ത്രി വളരെയധികം ടെൻഷൻ അടിച്ചു. ഇന്ന് എന്റെ മകളാണല്ലോ, നാളെ അവളെ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ മകൾക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അച്ഛനെ ആശ്വസിപ്പിക്കുന്നത്, അത് കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു തോഴിയെയും കൂട്ടി സുൽത്താന്റെ ഭാര്യയായിട്ട് ആ ഒരു രാത്രിയിലേക്ക് അവൾ പോവുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇവള് തോഴിയോട് പറഞ്ഞേൽപ്പിക്കും, രാവേറുന്നതിന് മുമ്പ് നീ എന്നെ വിളിച്ചേൽപ്പിക്കുന്നു, നേരം വിളക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്, അതിനു മുമ്പ് നീ എന്നെ വിളിച്ചേൽപ്പിക്കുന്നു. അപ്പൊ അന്ന് സുൽത്താന്റെ ഒപ്പം കഴിഞ്ഞു. രാവേറുന്നതിന് മുമ്പ് ഈ തോഴി വന്ന് ഈ പെൺകുട്ടിയെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവള് രാജാവിനോട്, സുൽത്താനോട് ഒരു കഥ പറയുകയാണ്. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന പോലെ കാക്കയും മുയിലിന്റെ കഥയല്ല, ഒരു ക്രിട്ടിക്കലായ സ്റ്റോറിയാണ് പറയുന്നത്. ആ സ്റ്റോറി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ്, എന്നുവെച്ചാൽ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഈ പെൺകുട്ടി സുൽത്താനോട് ചോദിക്കും. അല്ലയോ രാജാവേ, അല്ലയോ സുൽത്താനെ, നിങ്ങളായിരുന്നു ആ സിറ്റുവേഷനെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു ചോദ്യം അതിൻ്റെ അകത്തുണ്ടാവും. അപ്പൊ ഈ സുൽത്താൻ അതിന് മറുപടി പറയാൻ പറ്റില്ല. അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടാവും. നേരം വെളുത്തിട്ട് ഉള്ളത് കൊണ്ട് സുൽത്താൻ ഭടന്മാരോട് പറയും, ഇവിടെ കൊല്ലണ്ട, ഈ കഥ നേരം വെളുത്തു കഴിഞ്ഞാൽ സുൽത്താന് വേറെ പിടിപ്പത് ജോലികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊല്ലണ്ട, ഇവിടെ കൊണ്ടേ തുറങ്കലിനടിച്ചേര്, ഇന്ന് വേറൊരു പെണ്ണ് വേണ്ട, ഈ കഥയുടെ ബാക്കി കേട്ടിട്ട് നാളെ കൊല്ലാന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ എല്ലാ ദിവസങ്ങളിലും ഓരോ കഥ പറഞ്ഞു. അങ്ങനെ അവൾ 1001 ദിവസം കഥ പറഞ്ഞു. അതാണ് 1001 Nights എന്ന് പറയുന്ന കഥ. യെസ്. അപ്പൊ നമ്മൾ വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഈ സോളമൻ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ഒരു രാജാവിന്റെ അടുത്തേക്ക് 2 അമ്മമാരൊരു കുട്ടിയെ കൊണ്ട് വന്നിട്ട് എന്റെയാണ് കുട്ടിയെന്ന് അവകാശപ്പെടുന്നത്. അപ്പൊ DNA ടെസ്റ്റ് ഒന്നും ഇല്ലാതിനുള്ള കാലഘട്ടമാണ്. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി നടപ്പിലാക്കേണ്ട ആളാണ്. രാജാവിന് തെറ്റുപറ്റാൻ പാടില്ല. യഥാർത്ഥ അമ്മയ്ക്ക് കൊച്ചിനെ കൊടുക്കുകയും വേണം. അപ്പൊ അതുകൊണ്ടാണ് രാജാവ് എന്ത് ചെയ്തത്, ആ കൊച്ചിനെ കൊണ്ടുവരിക, കൊണ്ടുവന്നിട്ട് 2ആയിട്ട് നമുക്ക് കീറിയിട്ട് പകുതി ഒരമ്മയ്ക്കും പകുതി മറ്റേ അമ്മയ്ക്കും കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ ആ 2 അമ്മമാരിൽ ഒരമ്മ പറഞ്ഞു, വേണ്ട, കൊല്ലണ്ട, എനിക്ക് പകുതി വേണ്ട, അങ്ങനെയാണെങ്കിൽ മറ്റവൾക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് രാജാവിന് മനസ്സിലായി, യഥാർത്ഥത്തിലുള്ള മറ്റേ പെണ്ണെന്ന് പറഞ്ഞു എനിക്ക് പകുതി കിട്ടിയാലും മതി കൊച്ചിന്റെ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് സോളമൻ രാജാവിന് മനസ്സിലായി യഥാർത്ഥത്തിലുള്ള അമ്മ ആരാണെന്ന്. സ്വന്തം മകളായതുകൊണ്ടാണ്, കുട്ടിയായതുകൊണ്ടാണ് ആ അമ്മ കൊല്ലണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ അമ്മേനെ കണ്ടെത്താൻ പറ്റി. ഓക്കെ, ആരാണ്? സൗമ്യ. സൗമ്യയാണ് സോളമൻ രാജാവ്. 2 അമ്മമാര് കൊണ്ടുവന്നു. 2 അമ്മമാരിൽ നിന്ന് യഥാർത്ഥ അമ്മയ്ക്ക് കൊച്ചിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സൗമ്യ പറയുന്നു, ഈ കൊച്ചിനെ മുറിച്ച് പകുതി തരാന്ന് പറയുന്നു. ഉടനെ 2 അമ്മമാരും പറയുന്നു, എനിക്ക് വേണ്ട, അവൾക്ക് കൊടുത്തേക്കും. മറ്റേ അമ്മയും പറയുന്നു, എനിക്ക് വേണ്ട, അവൾക്ക് കൊടുത്തേക്കും. സൗമ്യ യഥാർത്ഥ അമ്മയെ എങ്ങനെ കണ്ടെത്തും? ഇപ്പോ ഒരു സെക്കൻഡ് നേരത്തേക്ക് സൗമ്യ നിന്നില്ലേ? ഇത് തന്നെയാണ് ആ പെൺകുട്ടി അന്ന് ആ സുൽത്താനോട് ചോദിച്ച ചോദ്യം. ലാസ്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. എന്നിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ സുൽത്താനെ, നിങ്ങളായിരുന്നു ആ സിറ്റുവേഷനെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? യെസ്. അങ്ങനെ 1001 രാവുകളില് അവൾ പറഞ്ഞ കഥയാണ് 1001 Night എന്ന് പറഞ്ഞിട്ട് പിന്നീട് വന്നത്. ഈ കഥകളോട് സാമ്യമായിട്ടുള്ള കഥകള് പല സ്ഥലങ്ങളിലും പിന്നീട് ഉണ്ടായിട്ടുണ്ട്. സാമ്യമായിട്ടുള്ള കഥ. ഈ 1001 ദിവസങ്ങൾക്കുള്ളിൽ ഇവള് ഈ സുൽത്താന്റെ 3 കുട്ടികൾക്ക് ജന്മം നൽകി. അപ്പോഴും കഥ തുടർന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോ സുൽത്താന് മനസ്സിലായി, ഒരു സ്ത്രീ മോശമാണെന്ന് വിചാരിച്ച് എല്ലാ സ്ത്രീകളും അങ്ങനെ മോശമാകണമെന്നില്ല.
ഇത് മനസ്സിലാവുകയും ഈ പെൺകുട്ടിയെ തന്റെ രാജ്ഞിയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത്. വീണ്ടും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പണ്ട് കാലഘട്ടത്തിൽ ഈ പായ്ക്കപ്പലൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഒരു കപ്പലിൽ കയറി യാത്ര പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്ഥലത്ത് ഇറങ്ങുന്നത്, കാറ്റിന്റെ ഗതി അനുസരിച്ച്. അപ്പോ നിഷയാണ് ആ കപ്പലിലെ കപ്പിത്താനെന്ന് വിചാരിക്കുക, പായ്ക്കപ്പലിൽ. അപ്പൊ നിഷ ഒരു പക്ഷെ 6 or 7 മാസം കഴിഞ്ഞായി കപ്പലിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പല ആൾക്കാർ കയറും ഇറങ്ങി പോകും. പക്ഷെ ആ കപ്പൽ യാത്രയില് പല രാജ്യങ്ങളിൽ നിന്ന് കയറുന്ന ആളുകൾ അവരവരുടെ നാടുകളിലുള്ള കഥകൾ പറയും. നിഷയാണ് ഒരു സർഗവാസന ഉള്ളതുകൊണ്ട് പിന്നീട് ഇതെല്ലാം ഒരു ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പൊ പല നാടുകളിലെ കഥ പല രീതിയിൽ വരും. നമ്മൾ ഇവിടെ കാണുന്ന കഥയുടെ ഒരു ചെറിയൊരു അംശം ഗ്രീസിൽ കാണും. ഗ്രീസിൽ ആരാധിക്കുന്ന ദൈവങ്ങളുടെ ഒരു ഛായ ഇവിടെ, അങ്ങനെ വളരെയധികം സാമ്യങ്ങൾ പല സ്ഥലത്തും കാണും. ഇങ്ങനെ വന്നിട്ടുള്ളതാകാം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. യെസ്, അപ്പൊ 1001 Night എന്താണ് മനസ്സിലായത്? 1001 രാത്രികൾ. യെസ്, ഞാനിപ്പോ ഇത് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ജിജ്ഞാസ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കഥ ഉണ്ടാക്കണം. നേരത്തെ ആരുണ്ടാക്കിയ പോലെ, ആൻമരി ഉണ്ടാക്കിയ പോലെ ചെറിയൊരു കഥ ഉണ്ടാക്കണം, രസകരമായിരിക്കണം. അപ്പോ നേരത്തെ ഇപ്പോ നമ്മുടെ സൗമ്യ എന്തുത്തരം പറയും, 2 അമ്മമാരും കൂടി ചാടിയിട്ട് വേണ്ട കൊച്ചിനെ കൊല്ലണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അങ്ങനെ കണ്ടുപിടിക്കും. നമ്മൾ ഈ കഥ നടക്കുന്ന കാലഘട്ടം വിചാരിക്കും DNA ടെസ്റ്റ് ഒന്നും ഇല്ല. ആ കാലഘട്ടത്തിൽ രാജാവിന് തെറ്റുപറ്റാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കി. രാജാവ് എന്ന് പറഞ്ഞാൽ നീതി നടപ്പിലാക്കേണ്ട ആളാണ്. പ്രജകള് അവരുടെ ബുദ്ധിമുട്ടുകൾ രാജാവിനോട് പറയും. രാജാവാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്രതിനിധിയാണ് രാജാവ്. കിങ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിന് തെറ്റുപറ്റില്ല. അതുപോലെ തന്നെയാണ് രാജാവ്. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഏറ്റവും നല്ല ഗവൺമെന്റ്, അതായത് രാജഭരണമാണോ, ഡെമോക്രസിയാണോ, അല്ലെങ്കിൽ കുറച്ച് കഴിവുള്ള ആളുകൾ എലൈറ്റ് ഫ്യൂനെ കണ്ടുപിടിച്ചിട്ട് അവരെ ഏൽപ്പിക്കുന്നതാണോ, ഏതാണ് ഏറ്റവും നല്ല ഭരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ജിനു ജോസ് യെസ് ഓക്കെ വന്ന് ജിനു ജോസ് വന്നല്ലേ? ജിനു ഗോ യെസ്. ജിനുവിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഭരണം ഏതാണ്? ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആവാം. അതുമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ആൾക്കാരെ പിടിച്ചേൽപ്പിച്ചിട്ട് ഭരിക്കാൻ പറയാം. അതുമല്ല ഈ രാജഭരണം വരാം, അല്ലെങ്കിൽ സ്വേച്ഛാധിപതി ഭരിക്കാം. ജിനുവിന് എന്ത് തോന്നുന്നു? വിച്ച് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ്? രാജഭരണം വേണ്ട, സാധാരണ പോലെ മനുഷ്യന്മാര് പോക്കോട്ടെ സാറേ അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ചോദ്യം അരിസ്റ്റോട്ടിലിനോട് ചോദിച്ചപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഏറ്റവും നല്ല ഭരണം എന്ന് പറയുന്നത് രാജഭരണമാണ് എന്നാണ് പറഞ്ഞത്. അരിസ്റ്റോട്ടിൽ അഭിപ്രായം പ്രൊവൈഡഡ് ദ കിങ് ഷുഡ് ബി ഏബിൾ ആൻഡ് ഓണസ്റ്റ്. രാജാവ് നല്ലവനും കഴിവുള്ളവനുമാണെങ്കിൽ ഏറ്റവും നല്ല ഭരണം രാജഭരണമാണ്. ഇനി രാജാവ് കഴിവില്ലാത്തവനും മോശവുമാണെങ്കിൽ ഏറ്റവും മോശവും എന്തായിരിക്കും? രാജഭരണമാണ്. യെസ്, നേരത്തെ തോട്ട് ഓഫ് ദ പറഞ്ഞില്ലേ, ആറ്റിറ്റ്യൂഡ്, ഹൗ വി ഡീൽ ഇറ്റ്, എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനെ കുറിച്ചായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ആ വിഷയം വിട്ടരുത്, ക്ലോസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു അജക്റ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു. ഒരു സംഗതിയെ അല്ലെങ്കിൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അജക്റ്റീവ് എന്ന് പറയുന്നതെന്ന് നമ്മൾ സൂചിപ്പിച്ചു. അജക്റ്റീവ് എന്താണ് നമ്മൾ ഇനി നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അജക്റ്റീവ് ഫ്രേസിനെ കുറിച്ച് പറഞ്ഞു. അജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നിലധികം വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു നൗണിനെ വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് അജക്റ്റീവ് ഫ്രേസ് എന്ന് പറയും.
ഇപ്പൊ നമ്മൾ പോകുന്നത് അഡ്ജക്റ്റീവ് ക്ലോസിലേക്കാണ്. അഡ്ജക്റ്റീവ് ക്ലോസ്. അഡ്ജക്റ്റീവ് ക്ലോസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ സംഭവമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. അതായത് ഒരു സെന്റൻസിനെ നമുക്ക് രണ്ട് മൂന്ന് ചെറിയ കഷ്ണങ്ങളാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് when I went there she was sleeping. ഞാൻ അവിടെ ചെന്നപ്പോ അവൾ എന്ത് ചെയ്യായിരുന്നു? അവൾ ഉറങ്ങുകയായിരുന്നു. when I went there she was sleeping. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിന് നമുക്കൊരു കോമ ഇട്ട് കഴിഞ്ഞാല് when I went there എന്ന് പറയുമ്പോൾ ഒരു കോമ ഇടാം. യെസ്, ഞാൻ അവിടെ ചെന്നപ്പോൾ, എന്നിട്ട് അവൾ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നുള്ള അത്രയും വരെ പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് അതിനെയാണ് നമ്മളൊക്കെ പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ്. when I went there എന്ന് പറഞ്ഞില്ലെങ്കിലും she was sleeping എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാണ്. അവൾ ഉറങ്ങുകയായിരുന്നു, അർത്ഥം കംപ്ലീറ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോ മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഒരു സെന്റൻസിന്റെ അർത്ഥം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മെയിൻ ക്ലോസ് എന്നും, കംപ്ലീറ്റ് ആവുന്നില്ല എങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയും. യെസ്, അത്രയും വരെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഈ അഡ്ജക്റ്റീവ് ക്ലോസുകളിലേക്ക് വരുമ്പോൾ ആ അഡ്ജക്റ്റീവ് ക്ലോസുകളിൽ വരുന്നത് എപ്പോഴും ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. എന്തായിരിക്കും? ഒരു സബോർഡിനേറ്റ് ക്ലോസ്. ഇതിന് അർത്ഥം പൂർത്തിയാവാത്ത. അതിനോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചിട്ടുണ്ടാവും. റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതിയെ വേറൊരു സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ ആ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് വരുന്നത് ഹൂ, ഹും, ഹൂസ്, ദാറ്റ്, വിച്ച്, വെൻ, വെയർ, വൈ. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ. ഞാനൊരു എക്സാമ്പിൾ പറയാം. അമ്മു, അമ്മുവിനു. യെസ്, അപർണ. അപർണ. യെസ്, അപർണ. അമർത്തിയ വട്ടം മാറിപ്പോയി തോന്നുന്നു. യെസ്, ലിനി തോമസ്. യെസ്, റംസീന. റംസീന. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. റംസീന സെന്റൻസ്. ഓക്കെ ഓക്കെ, ഞാൻ പറയുന്ന പോലെ ഷെഫീറ ഇപ്പൊ ഈ റംസീന വന്നിട്ടുണ്ട്. അപ്പൊ അതിനോട് ഈ റംസീനോട് ചോദിക്കും. റംസീന, ഓക്കെ, അറിയൂ റെഡി? സംഭവം ഇതാണ്. ഇന്നലെ വന്ന കുട്ടി ഇവനാകും. ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്. ഇന്നലെ വന്ന കുട്ടി ഇവനാകും. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ് ഒരു കുട്ടി ഇന്ന് വന്നു കഴിഞ്ഞപ്പോ അവിടെ നോക്കിക്കൊണ്ട് പറയണ്ടേ ഇന്നലെ ഇവിടെ വന്ന കുട്ടി ഇവനാകും. ഓരോരുത്തരും മനസ്സിലൊന്ന് വിചാരിച്ചു വെക്കാം. ഇന്നലെ ഇവിടെ വന്ന കുട്ടി ഇവനാകും. ഇന്നലെ എന്നുള്ളതിന് എസ്റ്റർഡേ, ഇവിടെ എന്നുള്ളതിന് ഹിയർ, വന്നു എന്നുള്ളതിന് കെയിം, കുട്ടി എന്നുള്ളതിന് ബോയ്. ഓക്കെ, എല്ലാ വാക്കുമായിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പോ രഞ്ജിത. ഓക്കെ 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 ഓക്കെ. സുഗമി കറക്റ്റ് ആണ്. നമുക്ക് അതിന് പറയാം. ഇന്ന് കുട്ടി വരെയല്ലേ? അപ്പൊ ആ കുട്ടിയെ നോക്കിയിട്ട് പറയും ദിസ് ഈസ് ദ ബോയ്. ദിസ് ഈസ് ദ ബോയ്. ഇതാണ് ആ കുട്ടി. പൂക്കയും വന്നതായ. പൂക്കയും ഹിയർ യെസ്റ്റർഡേ.
who came here yesterday. This is the boy who came here yesterday. ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി ഇവനാകുന്നു. അത് നമുക്ക് വേറെ രീതിയിൽ പറയാം. This is the boy who got full A plus in SSLC examination. ഇതാണ് ആ കുട്ടി. ഏത് കുട്ടി? Who got full A plus. Full A plus കിട്ടിയതായ കുട്ടി in SSLC examination. അല്ലെങ്കിൽ who got the first rank in NEET examination. NEET examinationല് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി ഇതാണ്. യെസ്, ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. യെസ്, അപ്പൊ നമുക്ക് പറയാം ഈ സെന്റൻസിനെ നമ്മൾ യോജിപ്പിക്കേണ്ട അവിടെ നമ്മൾ ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഹൂ. ഹൂ എന്ന് പറയുന്ന വേർഡിന് നമുക്ക് സാധാരണഗതിയിൽ അറിയാവുന്ന അർത്ഥം ആര് എന്നാണ്. ആര്, ആര്, ഹു ആർ യു, ഹു ഇസ് ദാറ്റ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. ഈ അതുകൂടാതെ വേറൊരർത്ഥം കൂടി ഇതിനുണ്ട്. അത് നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് ആയ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഈ ഹൂ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കും. ആ ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേഴ്സറിയിൽ നമ്മൾ കാണുന്ന ആ ആയയല്ല, മറിച്ച് വരുന്നതായ, മരിച്ചതായ, എടുത്തതായ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആയ എന്നുള്ളൊരു ഒരു പ്രിപ്പോസിഷനാണ് വരുന്നില്ല മലയാളത്തില്. ആ ആയ എന്നുള്ള അർത്ഥത്തിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ ഹൂ എന്ന് പറയുന്ന വേർഡാണ്. അപ്പൊ നോക്കി, ദിസ് ഇസ് ദ ബോയ്, ഇതാണ് ആ കുട്ടി. ഹൂ കെയും വന്നതായ, ഹിയർ ഇവിടെ, യെസ്റ്റർഡേ. ദിസ് ഈസ് ദ ബോയ് ഹൂ ഗോട്ട് ഫുൾ എ പ്ലസ് ഇൻ SSLC എക്സാമിനേഷൻ. SSLC പരീക്ഷയില് ഫുൾ എ പ്ലസ് കിട്ടിയതായ കുട്ടി ഇവനാകുന്നു. യെസ്, പിടികിട്ടിയല്ലോ. യെസ്, അപ്പൊ ഹൂ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ അവിടെ ഉപയോഗിക്കും. ഇനി വേറൊരു കാര്യം പറയാം. ജോൺ ടി വിൽസൺ, ജോഫി, Jofi? Yes, sir. Okay, how are you, Jofi? Very good. I am fine. Very good, very good. അപ്പൊ ജോഫിക്ക് തരുന്നൊരു വാചകം എന്താണ്? തലേ ദിവസം ഭർത്താവ് വന്ന് ഇപ്പൊ കുറച്ച് പച്ചക്കറിയെ കൊണ്ടുവന്നായിരുന്നു. പിറ്റേ ദിവസം ജോഫി അത് കൂട്ടി കഴിഞ്ഞപ്പോ അതൊക്കെ ചീത്തയായിരുന്നു. അപ്പൊ അതൊക്കെ അത് വലിച്ചെറിഞ്ഞ് കളയും. അപ്പൊ ഭർത്താവിനോട് നിങ്ങൾ പറയുന്നതാണ് പിറ്റേ ദിവസം, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. നേരത്തെ റൻസിനോട് ചോദിച്ച പോലെ പറയുന്നത് ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായിരുന്നു. പച്ചക്കറി എന്നുള്ളതിന് വെജിറ്റബിൾസ്, ഇന്നലെ കൊണ്ടുവരിക എന്നുള്ളതിന് ഓക്കെ 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 ബ്രോട്ട്. ആ ഓക്കെ സുർമി, ഞാൻ വരുന്നു. ഒറ്റ വരി ഇത് ബാക്കിന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ത് വരും? The vegetables which you bought are very bad. അവിടെ നമ്മൾ ഉപയോഗിച്ചത് വിച്ചാണ്. വിച്ച് നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ആയ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വിച്ച് ഉപയോഗിച്ചത്. ആ വിച്ചിന്റെ അർത്ഥം ആയ എന്നുള്ള അർത്ഥത്തിലാണ്. അത് പച്ചക്കറി ആയതുകൊണ്ടാണ് ആയ എന്നുള്ള അർത്ഥത്തിൽ വിച്ച് ഉപയോഗിച്ചത്. ജീവനുള്ള വസ്തുവാണെങ്കിൽ ഉപയോഗിക്കണം. ഓക്കെ, ആണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങളൊന്ന് കാര്യം ചെയ്തു, റിലേറ്റീവ് പ്രോനൗൺ ഹെഡിങ് എഴുതും. എന്നിട്ട് അതിന്റെ അടിയിൽ 2-3 വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞുതരാൻ. റിലേറ്റീവ് പ്രോനൗൺ. സർ, കഴിഞ്ഞ ക്ലാസ്സിൽ റിലേറ്റീവ് പ്രോനൗൺസ് എന്തൊക്കെയാന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അടുത്തൊരു വാചകം പറയാം. എഴുതിക്കും. ദ ടീച്ചർ, അത് എഴുതിയിട്ടുണ്ടാന്ന് നോക്കി സെന്റൻസ് കേട്ടോ. ദ ടീച്ചർ who lives, L-I-V-E-S, who lives, sorry. The teacher who taught, T-A-U-G-H-T, taught. എഴുതിയിട്ടുണ്ട് സർ. അതെഴുതിയത്. യെസ്. രണ്ടാമത്തെ വാചകം പറഞ്ഞു. ആദ്യം പറഞ്ഞ സെന്റൻസ് ദ ടീച്ചർ ലിവ്സ് ഇൻ ദ സിറ്റി എന്നായിരുന്നു. രണ്ടാമത് ദ ടീച്ചർ ഹു ടോട്ട് മീ ഇംഗ്ലീഷ് ലിവ് ഇൻ ദ സിറ്റി. ഇനി ഒരു വാചകം എഴുതിയിട്ടുണ്ടായ the teacher lives in the city. രണ്ട് സെന്റൻസ് ആണ് എഴുതിയിട്ടുള്ളത്. ഇതിലെ മെയിൻ ക്ലോസും സബോർഡിനേറ്റീവ് ക്ലോസും ആണ് അന്ന് പറഞ്ഞപ്പെടുത്തിയിരുന്നത്. മെയിൻ ക്ലോസ്, സബോർഡിനേറ്റീവ്.
ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. എഴുതിക്കോട്ടെ. അടുത്ത അപ്പം ഈ സെന്റൻസിന്റെ അർത്ഥം എഴുതിക്കും. The girl whom 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 I love a lot is sitting under the tree. Okay, I will repeat. The girl whom I love a lot is sitting under the tree. Rajita. സർ എന്നെയാണ് വിളിച്ചത്? Okay. Safida ആയാലും കുഴപ്പമൊന്നുമില്ല. Yes, Safida, are you okay? ഓക്കെ ഫൈൻ സർ. Okay, very good. Yes, ഈ സെന്റൻസിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു സഫീദ. The girl whom I love a lot is sitting under the tree. ഈ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന പെൺകുട്ടി ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. Yes, കറക്റ്റ് ആണ്. Yes, ഇതിന്റെ അകത്ത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് കിടപ്പുണ്ട്. ഏതാണെന്ന് പറയാമോ? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർത്തിയാവാത്തൊരു സംഗതി കിടപ്പുണ്ട്. അതേതാണെന്ന് പറയാമോ? The girl whom I love. Yes, അപ്പോ ബാക്കിയുള്ള സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്ലോസ് ആയിരിക്കും കേട്ടോ. ബാക്കി സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്ലോസ് അവയും വേണം. ഒന്നും കൂടി നോക്കിയിട്ട് പറഞ്ഞോ. സബോർഡിനേറ്റ് ക്ലോസ് അല്ലേ പറയേണ്ടത്? അതായത് സബോർഡിനേറ്റ് ക്ലോസിന് വേണ്ടി നമ്മൾ കുറച്ച് സെന്റൻസിന്റെ ഭാഗങ്ങൾ എടുക്കുമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് സെന്റൻസിലുള്ള വാചകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതൊരു മെയിൻ ക്ലോസ് പോലെ ഫീൽ ചെയ്യാൻ വേണം. I love a lot. I love a lot. അപ്പൊ ബാലൻസ് എന്തൊക്കെ വന്നു നോക്കിയേ. The girl whom is sitting under the tree. അർത്ഥം ശരിയാവുണ്ടോ നോക്കിയേ. The girl whom is sitting under the tree എന്ന് പറയുമ്പോൾ അർത്ഥം കറക്റ്റ് ആവുണ്ട്. യെസ്, അപ്പൊ ഇവിടെ സഫീദക്ക് പറ്റിയൊരു ചെറിയൊരു കയ്യബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ ലവ് എ ലോട്ട് എന്നുള്ളതിന്റെ കൂടെ ആ ഹുമ്മും കൂടി ചേർക്കണമായിരുന്നു. ആ ഹുമ്മും കൂടി ചേർക്കണമെന്ന് പറഞ്ഞേ. Whom I love a lot. ഈ ബാലൻസ് ഉള്ളതെന്ന് പറഞ്ഞു നോക്കി. The girl sitting under the tree. Girl is sitting under the tree. കറക്റ്റ് സെന്റൻസ് അല്ലേ? അതെ. പിടികിട്ടില്ലേ? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, മറ്റുള്ളവർക്ക് പിടികിട്ടാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് അഡ്ജക്റ്റീവൽ ക്ലോസ് എന്ന് പറയുന്നത് whom I love a lot. ആരെയാണോ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത്, ഓക്കെ ആൻമരിയ, അത്. അപ്പോ ഈ പെൺകുട്ടിയെ വിശേഷിപ്പിക്കുകയാണ്. എന്താണ് വിശേഷിപ്പിക്കുന്നത്? എങ്ങനെയുള്ള പെൺകുട്ടി? ആരെയാണോ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് ആ പെൺകുട്ടിയാണത്. അപ്പൊ whom I love a lot എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് എന്ത് അഡ്ജക്റ്റീവൽ ക്ലോസ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞ ആ അഡ്ജക്റ്റീവ് റിലേറ്റീവ് പ്രോനൗണില്ലേ, അവിടെ തുടങ്ങിയത് ആരംഭിക്കുള്ളൂ. അവിടെ വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഓക്കെ. ഹും വെച്ചിട്ട് അതിന്റെ അകത്ത് ആരംഭിച്ചാണ്. അടുത്തൊരു വാചകം പറയാം, എനിക്കോ. The Taj Mahal which stands STANDS, which stands on the banks of river Yamuna. Banks, BANKS, banks of river Yamuna is in Agra, AGRA. Okay, I will repeat it. The Taj Mahal, which stands on the banks of river Yamuna, is in Agra.
നിഷാബിയ. sir. Good morning. Okay, very good morning. ഈ സെന്റൻസ് വായിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞേ. The Taj Mahal യമുന എന്ന നദിയുടെ ബാക്കിലാണ് സർ. ബാങ്ക് BANKS ബാങ്ക് തീരം. ബാങ്ക്സ്. The Taj Mahal യമുന നദിയുടെ തീരത്താണ് നിൽക്കുന്നത്. എന്തോ തീരത്താണ് ബാങ്ക്. അത് തന്നെ, മറ്റേ ബാങ്ക് അല്ല, ഈ ബാങ്കിന്റെ അർത്ഥം തീരം എന്നാണ് കേട്ടോ. തീരം. ഓക്കെ ഓക്കെ. അപ്പൊ which stands on the banks of the river Yamuna. അതെവിടെയാണ്? ആഗ്രയിലാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതിന്റെ അകത്തുള്ള ആ അഡ്ജക്റ്റീവൽ ക്ലോസ് അതെല്ലാം പറയാം. which is തൊട്ട് which is bank in യമുന വരെ അല്ലേ? അത് വളരെ തത്വമാണ് അന്വേഷണം കണ്ടുപിടിച്ചത്. അതാണ് നേരത്തെ റിലേറ്റീവ് ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു വാക്ക് നോക്കിയപ്പോ എന്താണ്, വിച്ച് കിടപ്പുണ്ട്. വെരി ഗുഡ്. അപ്പൊ നോക്കി വിച്ച് സ്റ്റാൻഡ്സ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ യമുന അല്ലേ? ഈ ബുദ്ധി പണ്ട് പഠിക്കാൻ കാണിച്ചതെങ്കിൽ ഇപ്പൊ IAS പിന്നെ ഇറക്കിയത്. താജ്മഹൽ വിച്ച് സ്റ്റാൻഡ്സ് നിൽക്കുന്നതായ ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന, യമുന നദിയുടെ തീരത്ത് നിൽക്കുന്നതായ താജ്മഹൽ. കറക്റ്റ് ആണ്. ഇനി അത്രയും പോയി കഴിഞ്ഞു ബാക്കി എന്ത് വരും നോക്കി. താജ്മഹൽ ആഗ്ര. കറക്റ്റ് അല്ലേ? ഒരു സെന്റൻസ് കൂടി നോക്കൂ. The place where 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 I visited 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 last year LAST last year was an amazing 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 one. The place where I visited last year was an amazing one. Point one. Yes. Okay. Nishma AK. Yes, sir. Yes. Nishma. The place where I visited last year was an amazing one. Very good. നല്ല proven advice. Very good. ഞാൻ കഴിഞ്ഞ വർഷം സന്ദർശിച്ച സ്ഥലം അതിശക്തര നല്ല മനോഹരമായ ഒന്നായിരുന്നു. Okay. ഇത് നമുക്ക് കറക്റ്റ് ആണ് സെന്റൻസ് കേട്ടോ. വായിച്ചത് കറക്റ്റ് ആണ്. Yes. ഇത് നമുക്ക് വേണ്ടത് ഇതിന്റെ adjectival phrase ഉള്ളതാണ്. Where I visited the last year. Very good. Correct ആണ്. Where I visited last year. കറക്റ്റ് ആണ്. എവിടെയാണോ കഴിഞ്ഞ വർഷം ഞാൻ സന്ദർശിച്ചത് അവിടെ അല്ലെ കഴിഞ്ഞ വർഷം ഞാൻ സന്ദർശിച്ചതായ. ബാക്കി നോക്കി. The place was an amazing one. കറക്റ്റ് ആണല്ലോ. അപ്പൊ ഇതിന് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഈ സംഗതികൾ ക്ലോസ് ചെയ്യണം. നമ്മൾ പറഞ്ഞ അഡ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്ന് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് ഇതിന്റെ ചോദ്യം വരുമ്പോൾ ഇതേപോലെ സെന്റൻസ് വരും. അതായത് the place where I visited last year was an amazing one. എന്നിട്ട് ഇതിന്റെ അകത്ത് അഡ്ജക്റ്റീവൽ ക്ലോസ് കണ്ടുപിടിക്കുക എന്നായിരിക്കും പറയുന്നത്. 3 ആൻസർ ചിലപ്പോൾ തരും. ഒന്നിൽ ചിലപ്പോൾ ഉണ്ടാവും the place where A, ബിയിൽ ഉണ്ടാവും where I visited last year, സിയിൽ ഉണ്ടാവും was an amazing one. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യണം. അത് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കും ഇപ്പൊ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. യെസ്. വെരി ഗുഡ്.
ഇനി ഞാൻ അടുത്ത ഒരു സംഗതി പറയുന്നു. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ ഐ ഹാവ് വെച്ച് കുറച്ച് സെന്റൻസുകളൊക്കെ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഐ ഡോണ്ട് ഹാവ് എന്ന് വെച്ച് നമ്മൾക്ക് കുറച്ച് സെന്റൻസ് പറഞ്ഞു. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹാവും ഐ ഡോണ്ട് ഹാവ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നിന്ന് നമ്മൾ നോക്കുന്നത് വേറൊരു സംഗതിയാണ്. അപ്പൊ ഐ ഹാവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കുണ്ട് ഐ ഹാവ് റൗണ്ട് ഫേസ്, I have long hair, I have short hair, I have a fridge, I have a lovely husband, I have a sweet mother-in-law. ഇങ്ങനെയൊക്കെ പറയാം. യെസ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് ബിഗ് ഹൗസ്, ഐ ഡോണ്ട് ഹാവ് ഓൺ ഹൗസ്, ഐ ഡോണ്ട് ഹാവ് എ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്, ഐ ഡോണ്ട് ഹാവ് എ കാർ. അങ്ങനെ നമ്മൾ പറഞ്ഞു. ഇല്ല 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 എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഐ ഹാഡ് ആണ്. ഐ ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പില്ല. ഐ ഹാഡ് പറഞ്ഞാണോ? ഓക്കെ ഓക്കെ ഓക്കെ. സോറി സോറി സോറി, ഞാൻ അതോടെ രേഖപ്പെടുത്തിയിട്ടില്ല. സോറി കേട്ടോ. ഐ ഹാഡ്, ഐ ഹാഡ്. ഓക്കെ 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 ഓക്കെ. യെസ് യെസ്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പറയുന്നത് വേറൊരു സംഗതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇത് പരിചയപ്പെടുത്തുകയാണ്. ഓരോരുത്തരും നിങ്ങൾ ഇത് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ പറയേണ്ടത് നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിൽ പഠിച്ചു, നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങൾ വേറെ വല്ല അഡീഷണൽ ആയിട്ട് ക്വാളിഫിക്കേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം. അപ്പൊ എൽ പി സ്കൂൾ ഉണ്ടാവും, യു പി സ്കൂൾ ഉണ്ടാവും, ഹൈസ്കൂൾ ഉണ്ടാവും. യെസ്. അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞ സ്കൂൾ. അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ പറയണം മൈ നെയിം ഈസ് ജോൺ. യെസ്. ഐ ഡിഡ് മൈ എൽ പി സ്കൂൾ സ്റ്റഡീസ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഐ സ്റ്റഡീഡ് ഇൻ സാന്റാക്രൂസ് സ്കൂൾ, നോർത്ത് പറവൂർ. ആഫ്റ്റർ ദാറ്റ് അപ് ടു 7th സ്റ്റാൻഡേർഡ് I studied in a school പേര് പറയാം. മൈ ഹൈസ്കൂൾ സ്റ്റഡി അത് എവിടെയാന്ന് വെച്ചാൽ അത് പറയും. യെസ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ +2 പഠിച്ചത് എവിടെയാണോ ആ സ്കൂളിന്റെ പേര് പറയും. അത് കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഐ കംപ്ലീറ്റ്, പാസ്സായി എന്ന് പറയാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്ന് പറയാം. ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ, ഐ കംപ്ലീറ്റഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ട് അത് പറയും. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പാസ്സായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ പാസ്ഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഐ പാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയാം. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിച്ച 3-4 സ്കൂളുകള്, യെസ്, ചിലപ്പോൾ 1 സ്കൂൾ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് പഠിച്ചത് സ്കൂളിൽ പഠിച്ചത്. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പൊ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് സിമ്പിൾ ആയ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ. അപ്പോ ആരാണ് ധൈര്യസമയം മുന്നോട്ട് വരുന്നത്? ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ആരാണ് ആദ്യം വരുന്നത്? ഞാൻ പറയാം. യെസ്. അപ്പൊ റാസ്മിനെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. റാസ്മിന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ധൈര്യമാണ്. റാസ്മിന ആദ്യം വരാൻ കാണിച്ച ആ മനസ്സിലാണ് ഞാൻ സംബന്ധിക്കുന്നത്. ഓക്കെ റാസ്മിന പറഞ്ഞോളൂ. My name is Rasmina. I am from Kannavam. Yes. I first studied Kannavam LP school. Yes. I completed my 7th standard in Kannavam LP school. Yes. Then I studied Chittariparamba Higher Secondary School. Yes. I studied my 10th and +1, +2 there. Yes. Then I joined Brunnan College, Talasheri. Yes. For my BSc. Yes. Then I completed it. Yes. Then after that I got married. Yes. Then I have 2 children. Yes. One girl and one boy. Girl Yes. studied in 7th standard and boy Yes. studying in UKG. Studying Yes. in UKG. Then
before 5 years, I teached. ടീച്ചർ എന്ന് പറയുന്നത് ടോട്ട് എന്ന് പറയാം. TAUGH. I taught pre-primary school Yes. mathematics. Yes. Then after for this free time, I thought that when I joined the Montessori for Yes. taking small children's. Yes. So I joined this Smart Sri. Yes. Then it's going on. It's Now I am going in on. doctor class. Okay. Then last നമുക്ക് പറയാം presently I am studying Presently I am studying. course Smart Sri consultancy. Okay. റംസിന വെരി ഗുഡ് വളരെ നന്നായിട്ട് പറഞ്ഞു. യെസ്, ആദ്യം പേര്, എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു, ഏതൊക്കെ ക്ലാസ്സിൽ പഠിച്ചു എന്ന് പറഞ്ഞു, എന്താണ് ചെയ്തത്, കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ റംസിന, വെരി ഗുഡ്. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തതാരാണ് വരുന്നത്? ഞാൻ എല്ലാം ഓരോരുത്തരും വിളിക്കാറാണ്. നിങ്ങൾ സ്വയം മനസ്സാല് പറയും, നിങ്ങൾ ഭാവിയിൽ ടീച്ചറാവേണ്ട ആൾക്കാരാണ്. ഭാവിയിൽ കുട്ടികളോട് പറയാം. ആരാണ്? ജോഫി, വെരി ഗുഡ്. ഭാവിയിൽ നിങ്ങൾ ടീച്ചർ ആവുമ്പോ കുട്ടികളോട് പറയേണ്ടതാണ്, മക്കളെ ധൈര്യസമേതം വരിക. അപ്പോ ഒരു മനസ്സാക്ഷിക്കൊന്നും തോന്നരുത്. പണ്ട് ജോബ് സാറ് ഞങ്ങളുടെ ക്ലാസ്സിൽ വെച്ച് ഒന്ന് പറയാൻ പറഞ്ഞപ്പോ ഞാനൊന്നും പറഞ്ഞില്ല, എന്ത് മനസ്സാക്ഷിക്കൊക്കെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ. My name is Yofi John. I am a girl. I am 27 years old. Yes. I studied in 1 to 5th St. Augustine school. Then I studied in St. Agnes to 10th. Yes. Then I studied in +1, +2 Alpha College. Yes. Cochin Kolangara. Then I studied in Kollam Fatima College, degree BCom Yes. Corporation. Then I studied in computer knowledge in Tally, MS Office, CMO. Then I accounts in a job, accounts job. Yes, continue. Then accounts job, a finance bank. Then Yes. job arallo finance gold section. Then I resigned bank job, resigned. Yes. Then I pregnant. Yes. Pregnant time is close in job. Yes. One baby. Yes. Then I restudied in Smart Sri education. Consultancy. Yes. I live in Kollam. Yes. No, sir. Very good. That is all about myself. That is English. That is all about myself. And That is all. That is all. That is all. Okay. that is കാരണം ഇത്രയും നേരം വരെ ജോൺ നല്ല രസകരമായിട്ട് ലാസ്റ്റ് വരുമ്പോ അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയണ്ട, അതും കൂടിയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ദാറ്റ് ഇസ് വെരി ഗുഡ്. യെസ്, ഓക്കെ. ജോബി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്, അപ്പൊ രണ്ടുപേരായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഉള്ളിൽ യെസ് പറഞ്ഞോളൂ. സുറുമിയാണ്. My name is Surumi. I am come from Perumbavoor, Ernakulam district. I Yes. did my entry school at Hidayatul Islam High School, Kandandara. Then after that, I joined for 5th class at Government Girls High School, Perumbavoor. Yes. Then after SSLC, I joined for my +2 at Hidayatul
Jamaat Higher Secondary School, Tandekad. Then after that, I joined for BCom for my degree at Aluva St. Anne's College. That is a private college. Yes. Then at that time also I complete my computer course, that Tally and MS Office. Then Yes. after my degree, not after, in between, after first year I got married. Then after some years, 3 years, I got a job as a teacher at a nursery school. Then I worked at there 1.5 years. So now I have experience as a now I have experience as a teacher, but I don't have a certificate for Montessori course. So I Yes. joined it for my Montessori certificate. Now I'm Yes. doing my Montessori course. ഓക്കെ. ഈ സുബി ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കട്ടെ? അത് ഇംഗ്ലീഷ് ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചോദിക്കണം, അത് എന്ത് കോഴ്സാണ് അല്ലെങ്കിൽ അത് എവിടെയാണ് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ആരോടും ചോദിക്കാം. യെസ്, ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, തണ്ടേക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ, അതിന് സ്കൂൾ. ഓക്കെ. ധാരാളം കുട്ടികളൊക്കെ ഉള്ള സ്കൂൾ അല്ലേ? യെസ്, വെരി ഗുഡ്. That's my nearby school. So I joined there. Okay. Very good. Yes. കഴിഞ്ഞതിന് ശേഷം ജിഷയോട് വരാം. നിമിഷ പറഞ്ഞു. നിഷ്മ പറഞ്ഞു. Thank you. Yes. Hello everyone. My name is Nishma Nasrin. I am coming from Nilambur. I complete my schooling at IOHS Edavanna, where I also studied +1, +2. I graduated from Nilambur Classic College with a degree. Later, I worked in hospital administration course. I am doing a field-based course in PG MTTC because my dream is to build my own school. I am married and my husband's name is Janice. We have 2 daughters, Ira Mariam and Maliha Yushra. My hobby is reading, cooking, and spending with my family. Thank you. Okay, very good. Okay, നിഷ്മ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നിഷ്മ ഒന്നിലധികം ഹോബികൾ ഉണ്ടാകുമ്പോൾ മൈ ഹോബീസ് ആർ എന്നാണ് പറഞ്ഞേക്കുക. യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. ജിഷ പറഞ്ഞോളൂ. Hello, sir. യെസ്, കണ്ടിന്യൂ. My name is Jisha. I am from Varandarapalli, Thrissur district. I have studied in St. Paul's up to 3rd standard. Then I changed to Gurukulam Public School, which was near my house. Yes. After 10th, I done my higher secondary in Paramekav Devasam College, Thrissur. Yes. Then I studied BCA in Shaktantamburan College. Yes. And in vacation, I have done .NET course. Yes. Then I joined MCA in IGNOU Yes. University. Yes. In third year, I got married, and after that, I look after my kids. Yes. Now I am doing MTTC in Smart Street. വെരി ഗുഡ്. Thank you. ജിഷ നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഓക്കെ. നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ട്. വെരി ഗുഡ്. യെസ്. Sir, പറഞ്ഞോളൂ സഫീദ. my name is Safida Jasmine. I am from Pulamandol. First, I studied Panniyamkunnu LP School. Then I studied 7th standard in Amayur UP School. Then I taught my SSLC completed in Koppam High School. I studied my madrasa in Hidayatul Atfal Madrasa 1st standard to 10th standard. I taught my higher secondary in Patambi Government Higher Secondary School. Then I married and I have 3 children also. യെസ്, ചിൽഡ്രൻസ് എന്ന് പറയണ്ട, ചിൽഡ്രൻ മതി. ചൈൽഡ് ആണ് ഒരു കുട്ടി, ഒന്നിൽ കൂടുതലാവുന്ന ചിൽഡ്രൻ. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ സഫീദ, നല്ല സൗണ്ട് ആണ്. യെസ്, വെരി ഗുഡ്. യെസ്, ഇനി ആർക്കാണ് പറയേണ്ടത്? നിങ്ങളെ ഓക്കെ. സൂര്യ പറഞ്ഞോളൂ. സൂര്യ. ഫസ്റ്റ് ഓഫ് ഓൾ സാർ, ഞാൻ കുറെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. ചെറിയ സ്കൂളുകളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പറയാലോ. എന്റെ ഫാദർ ഒരു പ്രീസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. നോ പ്രോബ്ലം. ഓക്കെ.
My name is Surya Raju. I am 30 years old, living in Bangalore. My native place in Patanapuram, Kollam district. I Yes. studied from first to fourth in Kalanur High Secondary School. Then Yes. I studied 5 to 6 in Kunneda High School, Kunneda UPS School. Then I studied 7 in Kurumagara School. Then I studied 8 to 10 MGD MHS Malur. Then I studied in +1, +2 St. Stephen's High School, Patanapuram. Then I studied DTP Computer and Tailoring also. Then I completed with BA History. Then I got married, Bibin Shekhar. He is priest and working as a teacher. We have 2 daughters. First one is first standard. Her name is Sarah Bibin. And my younger daughter having 1.5 years. She is Nora Bibin. My ambitions, right? My ഞാൻ എഴുതി വെച്ചിട്ടാ വായിക്കുന്നത്. കുഞ്ഞെന്റെ കയ്യിലിരിക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞെന്റെ My കയ്യിലിരിക്കുന്നുണ്ട്. ambition is. Okay, my ambition. No, no, sir. I want to Continue. become a Surya. teacher. Yes, Okay. continue. Okay, I like to do reading, writing, dancing, and singing. Then now I studied Montessori course. Okay, thank you, sir. Okay. അപ്പൊ നേരത്തെ സുർമി പറഞ്ഞില്ലേ, though you studied in different schools, you will have lot of friends. Yes. Okay. Very good. Okay, Surya, very good. നന്നായിട്ട് പറഞ്ഞു. നല്ല ഫ്ലുവൻസി ഉണ്ടായി. Very good. Yes. Okay, സൗമ്യ പറഞ്ഞോളൂ, സൗമ്യ. Sir, my name is Soumya Udayakumar. I am from Trivandrum. I Yes. started my school life in Maniambalam LP School. Then I completed my school life in St. Augustine High School. After I completed my pre-degree and degree in Nurses College, after my marriage, I joined MA, but I can't complete it. Unfortunately, I can't complete the course. I have 2 children. Then I do fashion designing course. Now I Montessori course. I like teaching profession very much. Before I worked at school near my house. Okay. Yes. Okay. Very good. ഇവരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം പോലും ചോദിക്കാനില്ലേ? ഇപ്പൊ ഫാഷൻ ഡിസൈനെ കുറിച്ച് സൗമ്യ പറഞ്ഞു. How is it? എത്ര നാളത്തെ കോഴ്സാണ്? എത്ര രൂപ ചെലവ് വരും? ആർക്കൊന്നും ചോദിക്കാനില്ലേ? ഇത് ഞാൻ ഓരോരുത്തരെ കൂടെ പറയിപ്പിച്ചത് ഒരുപക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അതെങ്ങനെയാണ് കോഴ്സ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സൗമ്യ നന്നായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. യെസ്, ഇനി ആരാണ്? ഓക്കെ, നിഷ പറഞ്ഞോളൂ. നിഷ. ഞാൻ പറയട്ടെ സാർ? Yes, continue. My name is Nisha Via. I am studying in Kozhikode Tiruvambadi, Pulirampara SNM LP School, 1 to 10. Yes. Then I study PDC in Prasad College. Yes. Then I am pre-primary TPC course completed. Yes. Then I am got married, Sadish. Then I 2 children, boy and girl. Yes. Then I am joined pre-primary teacher in SNM LP School, Pannagayam. Yes. Then I joined Smart Stream. Then last week I received in SNM LP School, Pannagayam. Yes. Mistake ayo. Yes. Okay. Very good. Okay. ഇങ്ങനെ പറയാനായിട്ടുള്ള സംഗതി ഇങ്ങനെ മനസ്സിൽ തിങ്ങി നടക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ആര്യ പറഞ്ഞോളൂ. ആര്യ, നിഷന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂലേ? നിഷന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂലേ? ഓക്കെ. ആര്യ, കണ്ടിന്യൂ. Hello, sir. Good afternoon, sir. First, all of thank you for my giving this opportunity to introduce myself. My name is Arya. I coming from Pathanamthitta. I study in 1 to 4 CMS LP School, Kodavarthi, and I study 5 to 7 in Little Flowers
School in Odra, and 8 to 10 AMMHS Odra, and 11 to 12 Baliyamadam Higher Secondary School, Tiruvalla. Yes. And I complete BCom to Marthama College, Tiruvalla. Yes. And I complete Tally and PGDCA accounts. I work in a Muthoot Fincorp to account section. After then marriage, and I Yes. quit my job. I am going to my husband to Dubai, and Yes. I have 2 children. Now I study in my Montessori. Thank you, sir. Very good, very good, very good, very good. Okay, 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 very good, very good. Ariya നന്നായിട്ട് പറഞ്ഞു. ഇവിടെ ഒരാളൊരു സംശയം ചോദിച്ചു, സുരഭി JDC എന്ന് പറഞ്ഞാൽ അത് വിഷയനോടാണ് ചോദിച്ചത്. JDC കുറിച്ച് പറയാൻ പറഞ്ഞത് അല്ലേ സുരഭി? യെസ്, അതെ പറഞ്ഞോളൂ നിഷ. JDC-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞില്ലേ? യെസ്, നിഷ പോയി തോന്നുന്നു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. യെസ്, അപ്പൊ അടുത്ത മൈ നെയിം ഈസ് മിസ്രിയ. ഓക്കെ മിസ്രിയ, അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നമുക്ക് പറയാം. ഇന്ന് പറയാൻ പറ്റാതിരുന്നവര് ഒന്നുകൂടി ഒന്ന് റെഡി ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുക. നമുക്ക് അതായത് ഡിസ്കസ് ചെയ്യാം. യെസ്, സൈൻ ഓഫ് ഉണ്ടോ? ഹലോ, യെസ് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കുറച്ച് കുസൃതി ചോദ്യമാണ് സർ. യെസ്, ആയിക്കോട്ടെ. I am tall when I am young and short when I am old. Who I am? ചെറുപ്പായിരിക്കുമ്പോൾ ഞാൻ ഉയരമുള്ളതാണ്, വേറെ വയസ്സാവും തോറും ഞാൻ ഉയരം കുറഞ്ഞു വരും. ആരാ? പെൻസിൽ, Candle. What has a face? Have a face, 2 hands, no arms or legs. Clock. Get wetter as it dries. ഉണങ്ങും തോറും നനഞ്ഞുകൊണ്ടിരിക്കും. Towel. Towel. Has a neck, no head. Needle. നീഡിലല്ല, നെക്ക് ഉണ്ട്, ഹെഡ് ഇല്ല. നെക്ക് ഉണ്ട്. കുപ്പി, ബോട്ടിൽ. ബോട്ടിൽ. Many teeth, can't bite. Comb. I am not alive, but I grow. I don't have lungs, but I need air. What I am? Question repeat. I am not alive, but I grow. എനിക്ക് ജീവനില്ല, പക്ഷെ വളരും. ബലൂൺ. അല്ല. I don't have lungs ഇല്ല, പക്ഷെ എനിക്ക് എയർ വേണം. പ്ലാന്റ് ആണോ? ടയറാണോ? ടയറല്ലേ. പറയട്ടെ. ഫയർ, തീ. കഴിഞ്ഞു സർ. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. എവിടെയൊക്കെ സംഘടിപ്പിച്ചിട്ട് വരുന്നു ജിഷ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. യെസ്, അപ്പൊ ജിഷയുടെ ആ ഒരു എന്താ പറയാ സംഘടിപ്പിക്കാൻ കാണിച്ച മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യാണ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, sir.